ഇന്ന് ആളുകൾ ഭയങ്കരമായി വെറുപ്പിനടിമയാണ്. ഭയങ്കര വെറുപ്പാണ്. മനുഷ്യന്റെ ഹൃദയം മുഴുവൻ വെറുപ്പിന്റെ അടിമത്തത്തില്ല. കായേന്റെ അരൂപിയാണ്. കോപം, വെറുപ്പ്, അടി, ഭയങ്കര ചീത്തവിളി, വിഷമം, ഇങ്ങനെ ഉള്ളുമുഴുവൻ വെറുപ്പ്. അവനെ നശിപ്പിക്കണം, ഇവളെ നശിപ്പിക്കണം, അവരെ നശിപ്പിക്കണം, എല്ലാവരും നശിപ്പിക്കണം, എല്ലാം ഇല്ലാതാക്കണം, ഇങ്ങനൊരു ചിന്തയാണ് എല്ലാം ഉള്ളിക്കണം. അപ്പൊ അത് തന്നെ ഇരിക്കുമ്പോൾ കൃപയുടെ വാതിൽ അടഞ്ഞു പോകും. ദൈവകൃപയുടെ അനുഗ്രഹത്തിന്റെ വാതിൽ നമുക്ക് അടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വാതിൽ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വേദനിപ്പിച്ച മുഴുവൻ അവളോട് നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കും. സർവ്വ ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് എനിക്ക് ആരോടും കൊടുക്കാൻ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ എല്ലാവരും ക്ഷമിച്ചത്. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കുറ്റം, നമ്മൾ ആരോടാണ് ക്ഷമിക്കാത്തതെന്ന് വെച്ചാൽ ക്ഷമിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ വഴി ഞാൻ ഇന്നും നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ നിന്നൊരു വിഷമം, ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ വ്യക്തിയിലൂടുണ്ടായ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല, നമ്മൾ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെക്കുറിച്ചൊക്കെ ലോകത്ത് കുറ്റം പറയുന്നുണ്ടോ അപ്പൊ അതിനർത്ഥം ആ വ്യക്തിയിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു മുറിവുണ്ട്. നമുക്കൊരു വിഷമമുണ്ട്, നമുക്കൊരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്, പീഡനം. അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. അപ്പൊ ആ വ്യക്തിയോട് ക്ഷമിച്ചു കഴിയുമ്പോൾ എന്താ, നമ്മൾ ക്ഷമിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് കുറ്റം പറയില്ല. ആ വ്യക്തിക്ക് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ആ വ്യക്തിക്ക് വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നമ്മുടെ ആത്മാവിലേക്ക് വരിക സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല. അപ്പൊ നമ്മൾ ക്ഷമിക്കണം. വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കൊലപാതകങ്ങളൊക്കെ വർഷങ്ങൾക്ക് 10, 50, 70, 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ അപ്പൊ ഇങ്ങനെ കൊലപാതകം നടക്കും. ചില കുടുംബങ്ങളിൽ ഇങ്ങനെ കൊലപാതകം നടക്കും. കഴിഞ്ഞ ചില മേഖലകളെ വെളിപ്പെടുത്തലാണ്. അപ്പൊ അത് ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കണം. നമ്മൾ അത്ര വലിയ ദുരന്തങ്ങൾ വന്നിടണം. നമ്മൾ ഒരുപാട് പീഡിപ്പിച്ച, നശിപ്പിച്ച ക്ഷമിക്കണം. അന്ന് ഈശോയുടെ ഞാൻ കഴിഞ്ഞ ആളുകൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് അവരുടെ പ്രാർത്ഥനയിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം, അവർ ജപമാല ചൊല്ലുന്നതിനിടയിൽ പോയിന്റ് ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന്, നരകത്തിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളും പ്രത്യേകിച്ച് സഹായം ആവശ്യമില്ല ശുശ്രൂഷത്തിലേക്ക് ആനയിക്കും. ഇത് പറഞ്ഞ ശേഷം അവർ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്നില്ലെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്നറിയിച്ചത്. ഈശോയെ, ഞങ്ങളെ വേദനിപ്പിച്ച് മുഴുവൻ ആളുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ അടുത്ത രഹസ്യം ചൊല്ലുക. അപ്പൊ എല്ലാം പ്രാർത്ഥനയിടയ്ക്ക് അവര് ഈശോ ചൊല്ലി പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്കണേ. ഇവരെന്താണ് ഇവർ അറിയുന്നില്ല. അപ്പൊ ആ ഉള്ളുകൊണ്ട് ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുന്ന സംഭവമാണ്. അപ്പൊ ആ ക്ഷമിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾ രോഗികളായ കുഞ്ഞുങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാകാം, രോഗികളായ അപ്പനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, കുടുംബത്തിലൊക്കെ ഉണ്ട്. അവിടെ കൃപ കൊടുക്കാൻ ബ്ലോക്കാൻ നിൽക്കുന്ന ഒറ്റ മേഖലയുള്ളൂ, എലമെന്റ് ഓഫ് ഫോർഗീവ്നെസ്. നമ്മൾ വളരെ ഗൗരവമാണ് ക്ഷമിച്ചു. അതുകൊണ്ട് എനിക്കൊന്ന് ഇത് നമ്മുടെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നമ്മൾ